നമ്മളുടെ രോഗികൾക്ക് ഏറ്റവും വലിയ ആശങ്കയും ഭയമുള്ള കാര്യമാണ് ചികിത്സയ്ക്ക് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ കഴിഞ്ഞുള്ള വ്യക്തികൾക്ക് പിന്നീടും നെഞ്ചുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകൾ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതവും ഒരു ഇഷ്യൂവാണ്. നാം ഓർക്കണം, എൻ്റെ ബുക്കിൻ്റെ ഉദ്ദേശം തന്നെ ഏതാണ്, ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകം ഏതാണ്ട് ഞാൻ 8-9 പുസ്തകങ്ങൾ എഴുതിയതിൻ്റെ അവസാനത്തെ ഒരു ബെസ്റ്റ് സെല്ലർ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ഭയപ്പെടാതെ ജീവിക്കാം. ഹാർട്ട് അറ്റാക്ക് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി നാം അറിയണം. ഹാർട്ട് അറ്റാക്കോ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് ഓപ്പറേഷനോ ഒന്നും ഒരു ജീവിതത്തിൻ്റെ അവസാന അധ്യായമല്ല എന്ന് നാം ഓർക്കണം. ജീവിതത്തിൻ്റെ അവസാന അധ്യായമല്ല, നാം തുടർന്നുകൊണ്ട് പോവുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി അത് കരിഞ്ഞ് നാം മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ ഇതിനെയും കണക്കാക്കി അതിന് വേണ്ട പരിചരണം കൊടുത്ത് ആ മരുന്നുകൾ കൊടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അത് ആ ഒരു ഭയം പോകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതൊരു ബെസ്റ്റ് സെല്ലറായി മാറി. DC ബുക്സിൻ്റെ ഒരു ബെസ്റ്റ് സെല്ലറാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലാണ് പലർക്കും സംശയങ്ങൾ. ഒരു രോഗി ഹാർട്ട് അറ്റാക്കോ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ആ ചെയ്ത ഡോക്ടർ വളരെ സുതാര്യമായി തുറന്ന് ഈ രോഗിയുമായിട്ട് സംസാരിക്കണം എന്നുള്ളതാണ്. രോഗിയുടെ സംശയങ്ങൾ, സ്ത്രീയോ പുരുഷനോ ആരുമാകട്ടെ, സംശയങ്ങൾ, ഡോക്ടർ എന്തൊക്കെ ചെയ്യാം, എപ്പോൾ വീണ്ടും ജോലിയിൽ പ്രവേശിക്കാം, എപ്പോൾ ഞങ്ങൾക്ക് ദാമ്പത്യപരമായി ശാരീരികമായി ബന്ധപ്പെടാം, ഇതൊക്കെ വളരെ പ്രധാനമാണെന്ന് ഓർക്കണം. അത്ഭുതകരമെന്ന് പറയട്ടെ, ആൻജിയോപ്ലാസ്റ്റിയോ ഹാർട്ട് അറ്റാക്കോ കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് ശാരീരികമായി ബന്ധപ്പെടാത്ത രോഗികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് നോക്കാം. പേടി കാരണം അവരറിഞ്ഞിട്ടില്ല. അവരുടെ വിചാരം ഇത് ഇങ്ങനെ പറ്റില്ല എന്നുള്ളതാണ്. തെറ്റാണ്. ശരീരത്തിന് ഏറ്റവും സംതൃപ്തിയും സന്തോഷവും തരുന്ന ഒരു പ്രവർത്തനമാണ് ലൈംഗിക ബന്ധമെന്ന് നാം ഓർക്കണം. ഏറ്റവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ തരുന്ന മനുഷ്യർക്ക് ആ സ്നേഹത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ്. അത് ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് എടുത്തു കളയുക എന്ന് പറഞ്ഞാൽ വലിയൊരു മാനസികമായ ഒരു വ്യഥ കൂടിയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു കാർഡിയോളജിസ്റ്റ് ആ രോഗി ബൈപ്പാസോ ആൻജിയോപ്ലാസ്റ്റിയോ ഹാർട്ട് അറ്റാക്കോ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു തുറന്ന ചർച്ചയ്ക്ക് ഇടം കൊടുക്കുന്നില്ല എന്നതിൻ്റെ പരിണിത ഫലമാണെന്ന് ഓർക്കണം. രോഗിക്ക് ചോദിക്കാൻ വൈമുഖ്യം, ഡോക്ടർക്ക് പറയാൻ സമയമില്ല. ഇന്നത്തെ ഡോക്ടർമാരുടെ പ്രശ്നമാണതെന്ന് ഓർക്കണം. ഇത് വലിയൊരു കാര്യമാണെന്ന് ഓർക്കണം. നാം എപ്പോൾ വീണ്ടും ജോലിയിലേക്ക് പോകുന്നു, എപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ പറ്റും, എപ്പോൾ നടന്ന് തുടങ്ങാം, എപ്പോൾ ഭാരമെടുക്കാം, എപ്പോൾ നമുക്ക് ദാമ്പത്യമായ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇതെല്ലാം ഒരു ഡോക്ടർ പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ട്. തീർച്ചയായിട്ടും നമുക്ക് ഹാർട്ട് അറ്റാക്കോ ബൈപ്പാസോ ആൻജിയോപ്ലാസ്റ്റിയോ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 1-2 മാസങ്ങൾക്ക് ശേഷം, 1.5 മാസം എന്ന് പലരും പറയുന്നു, 2 മാസം, നമുക്ക് മറ്റ് ശാരീരികമായ വലിയ പ്രശ്നങ്ങളില്ല എങ്കിൽ, നമുക്ക് സ്റ്റെപ്സൊക്കെ കയറാൻ പറ്റുമെങ്കിൽ, ശ്വാസം മുട്ടലും നെഞ്ചുവേദനയൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് ശാരീരികമായി ബന്ധപ്പെടാൻ പറ്റും. ഇത് ഞാൻ സാധാരണ രോഗികളുമായിട്ട് വളരെ തുറന്ന് ചർച്ച ചെയ്യാറുണ്ട്. അത് ഇപ്പോഴത്തെ ചെറിയ ജനറേഷനിൽപ്പെട്ട കാർഡിയോളജി ആൾക്കാരായിരിക്കാം അവർക്ക് വളരെ സമയക്കുറവ് കൊണ്ട്. ഇത് വലിയൊരു ആസ്പെക്റ്റും കൂടിയാണ്. നാം ഓർക്കണം, നമ്മളെന്തെങ്കിലും ഒരു ചികിത്സ, ഔഷധ ചികിത്സ അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ചികിത്സ അല്ലെങ്കിൽ ബൈപ്പാസ് ഓപ്പറേഷൻ ഒരു രോഗിയിൽ നമ്മൾ ഏൽപ്പിച്ച ശേഷം എങ്ങനെയെങ്കിലും ആ രോഗിയെ വിടുക എന്നുള്ളതല്ല. ആ തുടർ ജീവിതം അങ്ങേയറ്റം അനായാസകരമാക്കുവാൻ വേണ്ടിയുള്ള ക്രിയാത്മകമായ ഉപദേശങ്ങൾ നാം നൽകണം. അത് ഒരു ചികിത്സയുടെ നട്ടെല്ലാണെന്ന് ഓർക്കണം.